ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഒരു സീഡ് പ്രൊപ്പഗേഷൻ വീഡിയോ ആണ്. അതായത് നമ്മുടെ ലോട്ടസിൻ്റെ സീഡ് ഓൺലൈനിലൊക്കെ ചെറിയ വിലയിൽ വാങ്ങാൻ കിട്ടും. അപ്പം ഞാനും അങ്ങനെ വാങ്ങിയ ഒരു സീഡാണ്. മീഷോയിൽ ത്രൂ ലോട്ടസ് സീഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുളപ്പിച്ചിട്ട് നന്നായിട്ട് ചെടി വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്, നിങ്ങൾക്കും കൂടി ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് സീഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു കൂർത്ത ഭാഗം ഉണ്ടാവും. ഇത് നമ്മളെ പരിപരുത്തൊരു പ്രതലത്തിൽ ഉരച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മുള കിട്ടും. ഇതിനായിട്ട് നിങ്ങൾക്ക് സാൻഡ് പേപ്പർ പൂഴിക്കടലാസ് എടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ അലക്കുകല്ലുണ്ടെങ്കിൽ അതിൽ പരിപരുത്ത സ്ഥലത്ത് ഉരച്ചാലും മതിയാണ്. നമ്മൾ നന്നായിട്ട് ശക്തിയിൽ ഉരക്കണം, കുറച്ച് പണി തന്നെയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വെള്ള ലെയർ കാണുന്നവരെ ഉരക്കണം. അപ്പോൾ ഉരച്ച് കഴിഞ്ഞാൽ നമുക്കിത് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള വാട്ടറിൽ ഇട്ടിട്ട് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ വെക്കുക. ഞാനിപ്പോൾ ഒരു 5-6 എണ്ണം ഇട്ടിട്ട് എല്ലാം ഒന്നും വിരിഞ്ഞിട്ടുണ്ടായിട്ടില്ല, ഒരു 3-4 എണ്ണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് അതിൻ്റെ നിന്ന് മുള വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം വെയിലത്ത് വെച്ചപ്പം തന്നെ ചെറിയ മുള വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7 ദിവസത്തോട് കൂടിയിട്ട് നമുക്ക് നല്ലൊരു തളിർത്ത ഇലയോട് കൂടിയിട്ടുള്ള ഒരു ചെടിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ മതി. നല്ല പരിപരുത്ത പ്രതലത്തിൽ ഉരച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഈ വെള്ളം ഇതിലൊരു വെള്ള പട പോലത്തെ ഒരു സംഭവം വരും. അപ്പോൾ വെള്ളം നല്ല ശുദ്ധജലം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ബാക്കിയുള്ള വിത്ത് ചിലപ്പോൾ ഒന്നിന് പെട്ടെന്ന് മുള വരും, ബാക്കി കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ ബാക്കി വരുന്നത് പൂപ്പൽ പോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വെള്ളം എന്തായാലും ക്ലീനാക്കി കൊടുക്കുക. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ഒരു ലീഫൊക്കെ വരുന്ന ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു ലീഫൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മാറ്റി നടാം. ഇത് പെട്ടെന്ന് തന്നെ മുളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റി നട്ടാൽ പിന്നെ അത് അവരെ പാട്ടിനങ്ങ് വളർന്നോളും. അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ല ചളി വേണം, നല്ല വളക്കൂറുള്ള മണ്ണ് കൊണ്ട് ചളി ഉണ്ടാക്കണം. അതിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് നമുക്ക് നോർമൽ ഒരു ചെടി നടുന്ന പോലെ നടാം. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ടതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ടിട്ട് വെള്ളം ഒഴിച്ച് സെറ്റാക്കാം. പിന്നെ നമുക്ക് ചെറിയ പാത്രത്തിൽ നട്ട് കഴിഞ്ഞാൽ വലിയ ഒരു ബേസിനിലേക്കൊക്കെ ഇത് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആയിക്കോളും. അപ്പോൾ എനിക്കിത് ഏകദേശം 1 മാസം കൊണ്ട് തന്നെ ഈ പോട്ടിലേക്ക് മാറ്റിയിട്ട് 1 മാസം കൊണ്ട് തന്നെ ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ വേറെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടാണ് ഈ ഒരു പോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. താമര നല്ല പ്രകാശം കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ആയിക്കോളും. പിന്നെ എന്ന് പറയുമ്പോൾ മഴ പെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ സൈഡിൽ വെക്കണം. മഴേൻ്റെ വെള്ളം തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇലകളൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ ഈ പ്ലാന്റിൻ്റെ ഒരു ലൈഫ്, അതായത് സീഡിൽ നിന്ന് വലിയൊരു ചെടിയാവുന്ന വരെയുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു 1 മന്ത് എന്തായാലും ടൈം എടുക്കുന്നുണ്ട്. 1 മന്ത് കൊണ്ട് തന്നെ ഒരു 3-4-5 ലീഫ് വരുന്നുണ്ട്. പിന്നെ ഞാൻ വലിയ ബേസിനിലേക്ക് മാറ്റി സെപ്പറേറ്റ് ബേസിനിൽ തന്നെ മണ്ണ് നിറച്ചിട്ടാണ്. അതാകുമ്പം കുറേ നമുക്ക് പടർന്ന് വളരാൻ പറ്റും. ഇതിന് വേഗം സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൽ പൂ വിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് എല്ലും പൊടി കടലാസിൽ കെട്ടിയിട്ട് ഇതിൻ്റെ ചളിയിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഒരുപാട് സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പൂത്തോളും.